ഏഷ്യാനെറ്റിന്റെ പിടിപാടുള്ളതുകൊണ്ടല്ലേ വന്നത്. ബി കണ്ടവർക്കറിയാം എങ്ങനെയാ പിടിപാട് കൊണ്ടാണോ വന്നത്, ഗെയിം കളിച്ച് കിട്ടി നൂറ തന്നത് കൊണ്ടാണോ വന്നതെന്നുള്ളത് ഗെയിം കണ്ടവർക്കറിയാം. ഇതാണ് ആൾക്കാരുടെ പ്രശ്നം. അവർക്ക് ഫുൾ കാര്യങ്ങൾ അറിയില്ല. നൂബിൻ വന്നു, ബിന്നി ഒരു ഏഷ്യാനെറ്റ്, ഇവർ ആക്ടേഴ്സ് ആണല്ലോ, പിന്നെ ബാക്കി കഥകൾ അവർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അടുത്ത് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ വന്നിട്ട് 3 ദിവസം ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണി നോക്കിയിരുന്ന് എന്ത് സംസാരിക്കണം നമുക്കറിയില്ല. കാരണം പുറത്തത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നുള്ളത് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നോക്കിയാൽ അറിയാം, ആ 3 എപ്പിസോഡിൽ ഫുൾ ലൈവ് കണ്ടവർക്കറിയാം. പുറത്തുനിന്ന് ഫാമിലി വീക്ക് വന്നപ്പം പലരുടെയും ഫാമിലി വീക്ക് വന്നപ്പോഴും ഗസ്റ്റുകൾ വന്നപ്പോഴും പലപ്പോഴും അനൗൺസ് ചെയ്തിട്ടുണ്ട്. വൈൽഡ് കാർഡ് വന്നപ്പോഴും എല്ലാം അനൗൺസ് ചെയ്തിട്ടുണ്ട്. പുറത്തത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. നൂബിൻ വന്ന് 3 ദിവസം നിന്നിട്ട് എനിക്കോ നൂബിനോ ഒരു വാർണിംഗ് പോലും ബിഗ് ബോസ് തന്നിട്ടില്ല. സോ അതിലുണ്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ ഞങ്ങൾക്ക് അറിയില്ല എന്തിനെ പറ്റി സംസാരിക്കുന്നത്. ഈവൻ വീട്ടിലെ കാര്യം ചോദിക്കുന്ന വിധത്തിൽ അറിയാതെ എങ്ങാനും പുറത്തത്തെ കാര്യങ്ങൾ വരുമോ, അതിൽ ഏതാണ് ഫിൽറ്റർ ചെയ്യേണ്ടതെന്ന് പോലും നമുക്ക് അറിയുന്നില്ല. അപ്പോൾ കുടുംബക്കാരുടെ കാര്യങ്ങൾ അന്വേഷിച്ചു. ഞാൻ എൻ്റെ ഗെയിമിനെ പറ്റി എനിക്കും ക്യൂരിയോസിറ്റി അറിയണമെന്ന്. എൻ്റെ ഗെയിമിനെ പറ്റി എന്താ മാത്ത പറ, നീ എന്തെങ്കിലും പറ. കാരണം എല്ലാവരും എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ അനുമോളായാലും വന്നിട്ട് അല്ലെങ്കിൽ അവൾമാരൊക്കെ വന്നിട്ട് തമാശക്ക് ഇങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നുബിൻ എന്നോട് പറഞ്ഞത്, നീ ഈ കഴിഞ്ഞ 2 ആഴ്ച കളിച്ചതുപോലെ ഇനിയും കളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. നന്നായിട്ട് നീ കളിക്കുന്നുണ്ട് കഴിഞ്ഞ 2. അപ്പൊ ഞാൻ ആലോചിക്കുക, കഴിഞ്ഞ 2 ആഴ്ച ഞാൻ എന്താ ചെയ്തത്, എനിക്ക് ഓർമ്മയില്ല. നമുക്ക് ഈ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് റീകോൾ ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ 2 ആഴ്ച ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ ആസ് യൂഷ്വൽ നിൽക്കുന്ന പോലെ തന്നെയാണ് നിൽക്കുന്നത്. ആ കഴിഞ്ഞ 2 ആഴ്ച മാത്രമാണ് എന്റെ കണ്ടന്റ് പുറത്ത് പോയിട്ടുള്ളതെന്ന് എനിക്കറിയുന്നില്ല. മനസ്സിലായോ? ഞാനെല്ലാം ആസ് യൂഷ്വൽ നിൽക്കുന്ന പോലെ തന്നെ നിൽക്കുന്നത്. ആ 2 ആഴ്ച എന്റെ എന്തൊക്കെയോ കണ്ടന്റ് പുറത്ത് പോയിട്ടുണ്ട്. അതാണ് പറയാനും പറ്റൂല. സോ എനിക്ക് അത്രേ പറയാനുള്ളൂ, അത്രേ ഡിസ്കഷൻ നടന്നിട്ടുള്ളൂ. നൂബിൻ വന്നതിന്റെ നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് തോന്നുന്നു കിച്ചണിലാണെന്ന് തോന്നുന്നു ഒരു വലിയ വഴക്ക് നടക്കുകയാണ്. അപ്പോ ബിന്നിയും അതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു തോന്നുന്നു. തിരിച്ച് ഫയർ ചെയ്യുന്നുണ്ട്, ബിന്നിയും കുറെ കേൾക്കുന്നുണ്ട്. സോ ഹസ്ബൻഡ് അവിടെ ഇരിക്കുകയാണ്, നൂബിനൊന്നും തോന്നിയില്ല. പിന്നെ അറിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആഗ്രഹിച്ച് കിട്ടിയ ക്യാപ്റ്റൻസി കിട്ടിയ വീക്കിലാണ് നൂബിൻ വന്നത്. അപ്പൊ നൂബിൻ ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കിയറിയാം, ക്യാപ്റ്റൻസി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണി കിട്ടുക എന്ന് ഞാൻ പറയും. അതെങ്ങനെയും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റൂല. ക്യാപ്റ്റൻ ആകുക എന്ന് പറയുമ്പോൾ നമുക്കൊരു പവർ കിട്ടുമെന്നുണ്ടെങ്കിലും ആ പവർ തരണോ വേണ്ടയോ എന്നുള്ളത് ഹൗസ് മേറ്റ്സ് തീരുമാനിക്കും. അവരാരും നമ്മൾ അനുസരിക്കില്ല. ഇപ്പൊ സ്കൂൾ ലീഡറൊന്നും അല്ല അവിടെ. ഹൗസ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാലും ഈ ജയിലിന്റെ ഇത് അഴിക്കാനും ഇതാക്കാനും അല്ലെങ്കിൽ സ്റ്റോർ റൂമിൽ പോയി ഇത് വായിക്കാനും ഉള്ള പവർ മാത്രമേ ഉള്ളൂ. പിന്നെ ജോലി ചെയ്യാതിരിക്കാൻ വേണമെങ്കിൽ അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ ഹൗസ് ക്യാപ്റ്റൻ ആയപ്പോൾ ഞാൻ ജോലി ചെയ്യാറുണ്ട്. അതൊക്കെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ജോലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, തൂക്കാനും അല്ലാതെ കിച്ചണിലായാലും ഒക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ബാത്റൂമിലെല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്കും നൂബിൻ അവിടെ ഉണ്ട്. അപ്പൊ നൂബിൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ക്യാപ്റ്റനായ വീക്ക് ആഗ്രഹിച്ച്, അപ്പൊ ഞാൻ വന്നു എന്ന് വിചാരിച്ചിട്ട് നീ ഡൗൺ ആവരുത്, കോൺസെൻട്രേഷൻ പോകരുത് ഈ കാര്യങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ശരിയാണ്. പിന്നെ ഞാൻ ആഗ്രഹിച്ച് കിട്ടിയ, പിന്നെ ലക്കിലി ഫാമിലി വീക്കായിരുന്നു. എല്ലാവരും നല്ലൊരു സൗഹൃദത്തിൽ മീൻസ് ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഒരു സ്നേഹവും ഒക്കെ ഉള്ള കുറച്ച് കാമായിട്ടുള്ളൊരു വീക്കായിരുന്നു. പക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇടപെടും. പിന്നെ ആ പ്രശ്നങ്ങൾ എൻ്റെ നേർക്ക് വന്ന പ്രശ്നങ്ങളായതുകൊണ്ട് ഓഫ് കോഴ്സ് ഞാൻ അതിൽ ഇടപെട്ടു, എൻ്റെ സ്റ്റാൻഡ് പറഞ്ഞു. അപ്പം പുറത്തുനിന്ന് കാണുന്നവർക്ക് ബിന്നിക്ക് സപ്പോർട്ട് കിട്ടിയത് കൊണ്ട് ബിന്നി ഭയങ്കര ഹൈപ്പായി, ഭർത്താവ് വന്നുകൊണ്ട് ഹൈപ്പായി എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഭർത്താവിനെ ഒരാൾ പെൺകോന്തെന്ന് വിളിക്കുകയാണ് എൻ്റെ മുമ്പിൽ വെച്ച്. അപ്പം എനിക്കെങ്ങനെ ഫീൽ, അപ്പം ഈ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അവരുടെ എൻ്റെ പൊസിഷനിൽ നിന്നൊന്ന് ആലോചിച്ച് നോക്ക് എങ്ങനെ ഉണ്ടാവും. അപ്പം ആ ഒരു റെസ്പോൺസേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു അത് കുറവാണ്, ബിഗ് ബോസ് ഹൗസിലായതുകൊണ്ട് കുറവാണ്. പുറത്തൊക്കെ ആണെങ്കിൽ അതിൻ്റെ അപ്പുറം നടക്കും. അത് ചെയ്തതിന് തന്നെ ഞാൻ ഓവറാണ് എന്ന് പറഞ്ഞവരുണ്ട്. അപ്പൊ ഞാൻ മിണ്ടാണ്ടിരുന്നെങ്കിൽ എന്താ പറയുക, ഇവക്ക് സ്റ്റാൻഡില്ല, ഇവള് വാഴയാണോ എന്ന് പറയും. അപ്പൊ രണ്ടും പറയുന്ന ആൾക്കാരുണ്ട്. പിന്നെ നമുക്ക് ശരിയെന്ന് തോന്നുന്നു ചെയ്യുക. അപ്പോൾ ഒരു സെഗ്മെന്റിലൂടെ ഞാൻ കൊണ്ടുപോവാണ്. ഉരുളക്കുപ്പേരി എന്നാണ് സെഗ്മെന്റിന്റെ പേര്. ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് എന്താണോ മനസ്സിൽ വരുന്നത് അത് പറയാം, അതിന്റെ ആൻസർ പറയാം. ഓക്കെ, നിലവിൽ ബിഗ് ബോസ് ഹൗസിൽ തുടരുന്ന മത്സരാർത്ഥികളിൽ ഏറ്റവും ജെന്യുവിൻ ആണ് എന്ന് തോന്നിയ ഒരു പ്ലെയർ ആരായിരിക്കും? നെവിൻ. ഓക്കെ, എന്തായിരിക്കും റീസൺ? നെവിന് ആദ്യം വന്ന സമയത്ത് ഇവൻ കുറച്ച് ഓവറായിട്ട് പെരുമാറുന്ന പോലെ എനിക്ക് തോന്നി. കുറച്ച്, അതായത് ചോദിക്കുകയും പറയും ഒന്നും ചെയ്യാതെ അടുക്കള കയറി കഴിക്കുക, ചാടി വീഴുക, ബഹളം വെക്കുക, ഇതൊക്കെ. ഞാൻ ഇത് എന്തോന്ന് കഴിയും, ഒരു മര്യാദയില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്.
കാരണം എന്നെ സംബന്ധിച്ച് നമ്മളൊക്കെ ഹലോ എക്സ്ക്യൂസ് മീ ഒന്ന് മാറുമെന്നൊക്കെ പ്രത്യേകിച്ച് നൂബിനൊക്കെ വന്ന ഒരു എപ്പിസോഡില് പുള്ളിക്കാരൻ തന്നെ ഇടയ്ക്ക് അങ്ങനെ നമ്മളിൽ വിചാരിച്ചു അവർക്ക് ഒരു സ്പേസ് കൊടുത്തൂടെ. അല്ല അങ്ങനെ ചോദിക്കും. പക്ഷെ ഇവനെ സംബന്ധിച്ച് ഇവൻ അങ്ങനെയാണ്. പിന്നീട് കുറച്ച് ദിവസം പോകെയാണ് എനിക്ക് മനസ്സിലായത് ഇവൻ കുറച്ച് എല്ലാവരുമായിട്ടും ഭയങ്കര ഒരു ചാടിക്കേറി ഇടപെട്ട് ബഹളം വെച്ച് നടക്കുന്ന ഒരു ക്യാരക്ടറാണ് അവന് തോന്നുന്നത് ചെയ്യും. പക്ഷെ ഒരിക്കൽ പോലും എന്താ പറയുന്നത് നമ്മളുമായിട്ടൊരു ബോണ്ടിങ് കണക്ഷൻ വെച്ചിട്ട് അവൻ തമാശ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. ഈവൻ സീരിയസ് മാറ്റർ പോലും അവൻ കുറേയൊക്കെ തമാശ രീതിയിലാണ് പറഞ്ഞത്. മീൻസ് അത് നമ്മൾ കൂളായിട്ട് എടുക്കും. അവൻ ചിലപ്പോൾ നമ്മളെ വഴക്ക് പറയുന്നതായിരിക്കും, എങ്കിൽ ആ വഴക്ക് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കത് അത്ര ഹേർട്ട് ആവത്തില്ല. ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ പറയുന്ന രീതി അതിലൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് വഴക്ക് പറഞ്ഞാൽ പോലും നമുക്കത് അങ്ങനെ അയ്യോ അത്രയല്ലേ ഉള്ളു കാര്യം എന്ന് വിചാരിച്ച് നമുക്ക് നൈസായിട്ട് നമുക്കത് ഹേർട്ട് ആവില്ല. പക്ഷെ മറ്റു ചിലർ അങ്ങനെയല്ലോ, ചെറിയ കാര്യം പോലും ഭയങ്കര ഹേർട്ട് ആവുന്ന രീതിയിലാണ് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കുറേ കാര്യങ്ങൾ അവൻ ജെന്യുവൻ ആയിട്ട് നിന്ന് നമ്മളെ അടുത്ത് പറഞ്ഞു. നമ്മുടെ അപ്പ് ആൻഡ് ഡൗൺസ് വരുമ്പോഴും നമ്മളൊരു ടാസ്ക് ചെയ്യുമ്പോഴൊക്കെ ഇതൊക്കെ എനിക്കറിയില്ല എത്രമാത്രം കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. ഒബ്സർവ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും എല്ലാവരുമായിട്ട് അവനൊരു കണക്ഷൻ ഉണ്ട്, ഒരു ജെന്വിൻ കണക്ഷൻ. അവൻ കരഞ്ഞാലോ അവൻ എക്സ്പ്രസ് ചെയ്യുന്ന ഇമോഷൻസ് എല്ലാം ജെന്വിൻ ആണ്. അവൻ ഒരിക്കലും അവിടെ അഭിനയിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഫൺ എലമെന്റും എന്റർടൈൻമെന്റും എല്ലാം അപ്പാർട്ട് അവൻ അങ്ങനെ അഭിനയിച്ച് നിൽക്കുന്നില്ല. അവൻ ആ വരുന്ന ഫ്ലോയിൽ പറയുന്നതാണ്. ചിലപ്പോൾ ചിലത് കാണുമ്പം റിപ്പീറ്റഡ് ആയിട്ട് കാണുമ്പോഴൊക്കെ ഓവറായിട്ട് തോന്നാം ചില കാര്യങ്ങൾ, ഇങ്ങനെ റിയാക്ട് ചെയ്യണമായിരുന്നോ അങ്ങനെയൊക്കെ. ചിലപ്പോൾ അതിൽ അവന് എന്താ റോങ് ആണ് തോന്നിക്കഴിഞ്ഞാൽ അവൻ അപ്പോൾ സോറി പറയും. അവിടെ പലരും ചെയ്യാത്ത കാര്യം അത്. സോറി പറയാന്ന് പറഞ്ഞാൽ ഭയങ്കര ഈഗോ ഹേർട്ട് ആവുന്ന പോലെ, ചിലർ അക്സെപ്റ്റ് ചെയ്യത്തേ ഇല്ല. പക്ഷെ അങ്ങനെയല്ല അവൻ. അതാ പറഞ്ഞ എല്ലാ ഇമോഷൻസും കണ്ടിട്ടുള്ളതുകൊണ്ടാ പറഞ്ഞത്. തെറ്റാണെന്നുണ്ടെങ്കിൽ സോറി പറയും. വീക്കെൻഡ് എപ്പിസോഡിൽ പോലും എനിക്കൊന്ന് നെവിനാണ് ഏറ്റവും കൂടുതൽ ലാലേട്ടൻ ക്വസ്റ്റ്യൻ ചെയ്തത്. കാരണം ആ വെള്ളം കോരി ഒഴിച്ചതിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് കുറച്ച് ലൈക്ക് കയ്യിൽ നിന്ന് പോയൊരു സിറ്റുവേഷൻ ആയിരുന്നു. അതുപോലെ തന്നെ ഷാനവാസുമായിട്ടൊരു ഫൈറ്റ് നടന്നിട്ട് പുള്ളി ഓൾറെഡി ഫിസിക്കലി അത്ര ലൈക്ക് നല്ലൊരു സിറ്റുവേഷനിലല്ലായിരുന്നു, അതും എഫക്റ്റഡ് ആയി. അപ്പോ പക്ഷെ ഇതിൽ ഞാൻ ലൈക്ക് ഷാനവാസിക്കയ്ക്ക് ഓൾറെഡി അങ്ങനെ ഒരു പ്രശ്നമുള്ള ഒരാളായിരുന്നു. വന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അത് അറിയുന്നത്. അപ്പോൾ പുള്ളി അത് പറഞ്ഞിട്ടേ ഇല്ല. പിന്നീട് ഒരു മൊമെന്റിൽ വരുമ്പോഴാണ് നമ്മൾ അത് അറിയുന്നത്. അപ്പോൾ നമ്മൾ ഓർത്തു ഇതെന്തിനാണ് ഇങ്ങനെയുള്ളൊരു ഇത്രയും ബുദ്ധിമുട്ട് വെച്ചിട്ട്, അതും ഇത്രയും സ്ട്രെസ് നോർമലി ഉള്ള ഒരാൾക്ക് പോലും സർവൈവ് ചെയ്യാൻ പാടുള്ള സ്ഥലത്ത് എന്തിനാണ് ഇങ്ങനെ വന്നതെന്ന്. ഹെൽത്തിനെ ബാധിക്കില്ല, അപ്പോൾ അവരുടെ കൺസേൺ കൂടുകയല്ലേ, ടെൻഷൻ ആവുമല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ എന്തിനാ വന്നതെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ഷാനവാസിക്ക പോലും ഓർക്കുന്നില്ല പുള്ളിക്ക് ആ പ്രശ്നം ഉണ്ടെന്നുള്ളത്. അപ്പൊ പക്ഷെ പുള്ളി വീണ് പോയപ്പം നെവിനായി പ്രശ്നം. അതൊരു ഞാൻ പറയാം, അതായത് നമ്മൾ ഈ മറ്റേ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് വഴി കൂടെ പോകുമ്പം പെട്ടെന്ന് ഒരാളെ സൈക്കിളിന്റെ വയ്യാത്ത ആളെ മീൻസ് ബ്രേക്ക് പിടിച്ചത് മൊമെന്റും സൈക്കിൾ തട്ടിയിട്ടില്ല എന്നാൽ അവർ വീണിട്ട് ഒരു കാര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാർ ബ്ലെയിം ചെയ്യപ്പെടുന്ന പോലെ എനിക്ക് തോന്നുന്നത്. ഷാനവാസിക്ക നല്ലൊരു പ്ലെയർ ആണ്, പക്ഷെ ഷാനവാസിക്ക പോലും വിചാരിക്കുന്നില്ല പുള്ളിക്ക് ഈ പ്രശ്നം ഉണ്ടായിട്ടാണ് ഈ ഫിസിക്കൽ ടാസ്ക് ചെയ്യുന്നതും ഇങ്ങനത്തെ വഴക്കൊക്കെ പറയുമ്പോൾ ഇത്രയും സ്ട്രെസ്സും BP ഒക്കെ കൂടുകയാണ്. അപ്പൊ ഷാനവാസിക്ക ഓർക്കാത്ത സമയത്ത് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ ഓർക്കുന്നത് എങ്ങനെയാ? അപ്പം നമുക്കത് ഫുൾ ഗെയിമിനെ ബാധിക്കുമെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഇങ്ങനെ ബ്ലെയിം വരുവാണെങ്കിൽ ഇനി പുള്ളിയുടെ അടുത്ത് ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പം ടുവേർഡ്സ് ദി എൻഡായി, ഇതിനു മുമ്പ് വന്നിരുന്നെങ്കിൽ നമുക്ക് പുള്ളിയെടുത്ത് ഒരു ഇഷ്യൂ ഉണ്ടാക്കാനേ പറ്റില്ല, അല്ലെങ്കിൽ ഒരു കാര്യം പുള്ളിയെടുത്ത് പറയാനേ പറ്റത്തില്ല. മിണ്ടാണ്ട് കേട്ടിട്ട് പോകേണ്ടി വരും. കാരണം നമ്മൾ ഇത് മൈൻഡ് ആക്കണമല്ലോ. ഇപ്പം നെവിനെ വഴക്ക് പറഞ്ഞത് കുറെ കൂടെ മുമ്പാണെങ്കിൽ എല്ലാവരും കുറച്ച് കോൺഷ്യസ് ആവും, ഇനി പുള്ളിയെടുത്തൊന്നും പറയരുത്, പുള്ളിക്ക് വയ്യാണ്ടായാൽ അത് ഫുൾ ഗെയിമിനെ ബാധിക്കും. സോ അങ്ങനെ ഫിസിക്കലി ഫിറ്റ് അല്ലാത്ത ഒരാള് കൊണ്ടുവരണ്ടായിരുന്നു എന്നേ ഞാൻ ഇപ്പൊ പറയും. ഇതൊക്കെ കണ്ടിട്ട് അങ്ങനെ പറയാനാണ് തോന്നുന്നത്. ഓക്കേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മോസ്റ്റ് ഡ്രാമാറ്റിക് കണ്ടസ്റ്റന്റ് ഇൻ ബിബി ഹൗസ്. ഇതൊക്കെ പറയണോ? എനിക്ക് ട്രോൾ വാങ്ങി തരാല്ലേ? എനിക്കറിയാം, ഇത് ഞാൻ പറയേണ്ട കാര്യമില്ല, ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാ കണ്ടസ്റ്റൻസും പറയുന്ന കാര്യം ഇനി ഞാൻ പറഞ്ഞിട്ട് എനിക്ക് വയ്യ. ഒന്നാമത് PR മാറ്റർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഞാൻ ആ ക്വസ്റ്റ്യൻ വിട്ടു. ഹൗസിനുള്ളിൽ ഏറ്റവും കൂടുതൽ ബിന്നെ ഇറിറ്റേറ്റ് ചെയ്ത മറ്റൊരാളുടെ ഒരു ഹാബിറ്റ് എന്തായിരിക്കും? മറ്റുള്ളവരുടെ ഒരു ഹാബിറ്റ്, എന്നെ ഇറിറ്റേറ്റ് ചെയ്തിട്ടുള്ള, ബാക്കിയുള്ളവരുടെ ഈ ഒരു സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നിയൊരു കാര്യം എന്തായിരിക്കും? ശരി, ഇതിപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഹൗസിലുള്ള കാര്യം പറയുമ്പോൾ എന്തായാലും അനുമോളെ പറ്റി പറയണം. അനുമോളുടെ ആൾക്കാർ എന്നോട് ക്ഷമിക്കുക, കാരണം ഒരു കണ്ടസ്റ്റന്റ് അവിടെ ഉള്ളതിനെ പറ്റി നമുക്ക് പറയാതിരിക്കാൻ പറ്റൂല. പറഞ്ഞാലും പ്രശ്നം, പറയാതിരുന്നാലും പ്രശ്നമാണ്. ഒന്ന് ഫുഡിന്റെ കാര്യത്തിൽ ഇതുപോലെ
വിളമ്പുമ്പം ഉള്ളൊരു ഇഷ്യൂ. ലൈക്ക് എന്തിനായിരുന്നു എന്നുള്ളത് ലൈക്ക് പലപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തിനാ ചില സമയത്ത് ഒരു രീതിയിൽ, അതായത് വിളമ്പുമ്പം ഇങ്ങനെ വിളമ്പാം, എല്ലാവർക്കും വിളമ്പി വെക്കാം, അവരെടുത്തുകൊണ്ട് പൊക്കോട്ടെ, എല്ലാവർക്കും ഈക്വൽ ക്വാണ്ടിറ്റി കിട്ടും. ഈ ഈക്വൽ ക്വാണ്ടിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം, മനസ്സിലായോ? ഈക്വൽ ആയിട്ട് ഒരു കടുകുമണി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പ്രശ്നം. പക്ഷെ നമ്മൾ എങ്ങനെ വിളമ്പിയാലും ആൾക്കാർ വന്നിട്ട് ഇച്ചിരിയും കൂടെ തരുമോ എന്ന് ചോദിക്കുമ്പം നമ്മൾ കൊടുത്തു പോവും. ചിലപ്പോൾ നമ്മുടെ പ്ലേറ്റിൽ നിന്നായിരിക്കും എടുത്തു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ബാക്കി വന്നത് എല്ലാവർക്കും ഈക്വലി കൊടുക്കാൻ വെച്ചിരിക്കുന്നതിൽ നിന്നായിരിക്കും കൊടുത്തു പോകുന്നത്. അവിടെയാണ് ഈ പ്രശ്നം മുഴുവൻ വരുന്നത്. പക്ഷെ അനുമോൾ അവിടെ കിടന്ന് കുറേ റൂൾസ് ലൈക്ക് വിളമ്പുന്ന കാര്യത്തിൽ കൊണ്ടുവരാനും നിഷേധിക്കാനും ഒരു സമയം പറയുന്നതായിരിക്കില്ല. അവൾ കുക്ക് ചെയ്യും, നന്നായിട്ട് കുക്ക് ചെയ്ത് എല്ലാം വെക്കും. പക്ഷെ ഈ വിളമ്പുന്ന സമയത്ത്, അതായത് അവസാനം കൊണ്ടുപോയി കല ഉടയ്ക്കാന്ന് പറയില്ലേ, അതുപോലെ വിളമ്പുന്ന സമയത്ത് ആ സ്നേഹവും ഇതും എല്ലാം ആ കഷ്ടപ്പാടും എല്ലാം അങ്ങോട്ട് പോവും. അത്രയും ഇതിലാവും അത് എൻഡ് ചെയ്യുന്നത്. അവിടെ എപ്പോഴും ഒരു പരാജയമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് വിളമ്പുന്ന കാര്യത്തിൽ. പിന്നെ അനീഷേട്ടൻ്റെ റിപ്പീറ്റേഷൻ, നിങ്ങൾ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ടൊക്കെ നിങ്ങൾ ഇത്ര കാണും, ഇതിലും കൂടുതൽ റിപ്പീറ്റേഷനാണ് ഹൗസിനുള്ളിൽ. അത് പോയിന്റ് കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. കണ്ണടച്ച് കിടക്കുന്നത് അതൊന്നും വൈറലായാലും എനിക്ക് പുറത്ത് വന്നിട്ടായിരുന്നു കേട്ടോ. പക്ഷെ അല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയാറുണ്ട്. അപ്പൊ റിപ്പീറ്റ് ചെയ്യുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഈ നമ്മൾ രാവിലെ ഉറങ്ങി എണ്ണിക്കുമ്പോൾ പുള്ളി വന്നിട്ട് ബാറ്ററി ചേഞ്ച് ചെയ്യേ. അയ്യോ ചേട്ടാ, ഞങ്ങൾ ബാറ്ററി ചേഞ്ച് ചെയ്യാൻ വേണ്ടി ബാഗ് എടുത്ത് ബാറ്ററി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോഴും പറയും ബാറ്ററി ചേഞ്ച് ചെയ്യേ. സത്യം പറയാതെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യും. നമ്മുടെ ഈ അലാറം ഒക്കെ നമ്മൾ അടിച്ചിട്ട് ഓഫ് ആക്കിയിട്ട് വീണ്ടും കിടന്ന് അലക്കൂലേ, ആ ഒരു അവസ്ഥയാണ്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് ഇനി കാണാണ്ടിരിക്കട്ടെ എന്ന് തോന്നിയിട്ടുണ്ടോ? കാണാതിരിക്കട്ടെ എന്നോ? നേരിട്ട് അല്ലെങ്കിൽ റിയൽ ലൈഫിൽ അയ്യോ ഇനി കാണാൻ വയ്യ ആളെ എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല, അതെല്ലാം ഗെയിം അല്ലേ, അതെല്ലാം ആ രീതിയിൽ എടുക്കുന്നുള്ളൂ. ഓക്കെ. മോസ്റ്റ് ഷോക്കിംഗ് എവിക്ഷൻ ഏതായിരുന്നു? മോസ്റ്റ് ഷോക്കിംഗ് എവിക്ഷൻ വാസ് അപ്പാനി ആൻഡ് ജിസേൽ. ലൈക്ക് രണ്ടും പറയാൻ പറ്റുമോ? അപ്പാനിയുടെ ബിഗിനിങ്ങിൽ ലൈക്ക് ഷോക്കിംഗ് ആയിരുന്നു, കാരണം വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. പിന്നെ അപ്പാനി ഭയങ്കര ലൗഡായിട്ടൊക്കെ ഇങ്ങനെ പറയുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെയുള്ള വേറെയും കണ്ടസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അവരും ചെയ്ത മിസ്റ്റേക്സ് അപ്പാനിയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പെട്ടെന്ന് എവിക്റ്റ് ആയി പോയപ്പോൾ അതെന്താ കാര്യം എന്നുള്ളത് നമുക്ക് ഒരു ക്ലൂവും കിട്ടിയിട്ടില്ല. പിന്നെ ജിസേൽ നല്ലൊരു പ്ലെയർ ആയിരുന്നു. ജിസേലിന്റെയും അതെ. പക്ഷെ പിന്നെ കുറച്ച് ഡൗൺ ആയി പോയി. ബട്ട് എങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ഉണ്ടായിരുന്നു പുറത്തുനിന്ന് എന്നാ എനിക്ക് തോന്നിയിട്ടുള്ള. കുറച്ചുകൂടെ നിൽക്കേണ്ടായിരുന്നു തോന്നിയിട്ട്. ഓക്കെ. ഇപ്പൊ ബിഗ് ബോസിനുള്ളിൽ പോയിട്ട് രണ്ടുപേരെ നോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞ ആരെ നോമിനേറ്റ് ചെയ്യും? ഇപ്പൊ ഉള്ള 5 പേരിലോ? എന്തിനാ നീ എനിക്ക് ട്രോള് വാങ്ങിച്ചു തരുന്നത്? നീയൊക്കെ നേരത്തെ ഔട്ടായി പോയത്, നീയൊക്കെ ഇനി എന്തിനാ ഇവരുടെ പേര് പറയുന്നെന്ന് പറയും. അയ്യോ, I would say Adila and Anish പറയില്ല. പിന്നെ ആരാ? സാബുമാൻ.